പശ്ചിമേഷ്യയിലെ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങൾ എക്കാലത്തും പ്രവചനാതീതമാണ്. എന്നാൽ ഇറാനിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ അട്ടിമറികളും അണിയറ നീക്കങ്ങളും അന്താരാഷ്ട്ര നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്ന് രാജ്യം ഒരു വലിയ നേതൃത്വ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ നിർണായക ഘട്ടത്തിൽ ടെഹ്റാനിൽ ഒരു പുതിയ അധികാര കേന്ദ്രം രൂപപ്പെടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ സ്ഥാപകനായ അയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ ചെറുമകൻ അലി ഖൊമേനിക്ക് ഇറാനിലെ കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നും സായുധ സേനയിൽ നിന്നും അപ്രതീക്ഷിത പിന്തുണ ലഭിക്കുന്നതോടെയാണ് പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മുജ്തബ ഖമേനിയുടെ പൊതുരംഗത്തെ ദീർഘനാളായുള്ള അസാന്നിധ്യവും ഈ അധികാരമാറ്റത്തിന്റെ വേഗത കൂട്ടിയിരിക്കുന്നു. വെറുമൊരു വ്യക്തിമാറ്റത്തിനപ്പുറം ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളിലും വിദേശ നയങ്ങളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് ഈ പുതിയ മാറ്റം. ഇനി ആരാണ് ഈ സൂപ്പർ റവല്യൂഷണറികൾ? ഇറാൻ രാഷ്ട്രീയത്തിൽ കടുത്ത നിലപാടുകളിലൂടെയും വിട്ടുവീഴ്ചകളില്ലാത്ത ഇസ്ലാമിക മൂല്യങ്ങളിലൂടെയും അറിയപ്പെടുന്ന അൾട്രാ ഹാർഡ്ലൈൻ രാഷ്ട്രീയ കക്ഷിയാണ് ജബഹെ എ പൈദാരി അഥവാ എൻഡ്യൂറൻസ് ഫ്രണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ ഇവരെ വെറും യാഥാസ്ഥിതികർ എന്നല്ല, മറിച്ച് സൂപ്പർ റവല്യൂഷണറികൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. 1979 പാശ്ചാത്യ അനുകൂലിയായ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് കടുത്ത ഷിയ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രത്തിലൂന്നി സ്ഥാപിതമായ ഇറാൻ വിപ്ലവത്തിന്റെ യഥാർത്ഥ കാവൽക്കാരായിട്ടാണ് ഇവർ സ്വയം കണക്കാക്കുന്നത്. പാശ്ചാത്യ വിരുദ്ധതയും കടുത്ത മതമൗലികവാദ നിലപാടുകളുമാണ് ഇവരുടെ മുഖമുദ്ര. വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ ഇറാനിലെ മറ്റ് സാധാരണ യാഥാസ്ഥിതിക വിഭാഗങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ഈ കക്ഷിയാണ് ഇപ്പോൾ അലി ഖൊമേനിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നത്. ഇറാനിലെ പ്രമുഖ ആത്മീയ കേന്ദ്രമായ ക്വാമിൽ നടന്ന ഒരു വലിയ ജനസദസ്സിൽ വെച്ച് അമേരിക്കയുമായി ഇനിയൊരു ചർച്ചയോ ഒത്തുതീർപ്പോ ഉണ്ടാകില്ലെന്ന് അലി ഖൊമേനി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് പായ്ദാരി ഫ്രണ്ടിനെ അദ്ദേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഇതോടൊപ്പം ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു വലിയ വിഭാഗവും ഈ പുതിയ സഖ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ലെങ്കിലും ഇത് ഇറാന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വിപ്ലവത്തിന്റെ ആദ്യകാല തീഷ്ണത തിരികെ കൊണ്ടുവരാൻ അലി ഖൊമേനിക്ക് സാധിക്കുമെന്നാണ് ഈ അൾട്രാ ഹാർഡ്ലൈൻ ഗ്രൂപ്പുകൾ വിശ്വസിക്കുന്നത്. ഇറാനിലെ ഈ അപ്രതീക്ഷിത അധികാര മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖൊമേനിയുടെ പൊതുവേദിയിലെ നിഗൂഢമായ അസാന്നിധ്യമാണ്. അയത്തുള്ള അലി ഖൊമേനിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ മുജ്തബ ഖമേനിയെയാണ് അടുത്ത പരമോന്നത നേതാവായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തത്. എന്നാൽ രാജ്യത്തുണ്ടായ വ്യോമാക്രമണങ്ങളിൽ അദ്ദേഹത്തിന് കടുത്ത പരിക്കേറ്റതായും അതുകൊണ്ടാണ് അദ്ദേഹം പൊതുവേദികളിൽ വരാത്തതെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വന്തം പിതാവിന്റെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പോലും മുജ്തബ പങ്കെടുക്കാതിരുന്നത് വലിയ അത്ഭുതമായാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കണ്ടത്. ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ മറ്റ് 3 സഹോദരന്മാർ സജീവമായിരുന്നപ്പോൾ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മുജ്തബയ്ക്ക് പകരം സംസാരിച്ചത് അലി ഖൊമേനിയായിരുന്നു. ഈ അസാന്നിധ്യം ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വലിയൊരു ലീഡർഷിപ്പ് വാക്വം അഥവാ നേതൃത്വ ശൂന്യത സൃഷ്ടിക്കുകയും അതിലൂടെ കടുത്ത വിപ്ലവകാരികൾക്ക് തങ്ങളുടെ പുതിയ നേതാവായി അലി ഖൊമേനിയെ ഉയർത്തിക്കൊണ്ടുവരാൻ അവസരമൊരുക്കുകയും ചെയ്തു. ഭരണകൂടത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാൻ ഒരു തലവൻ വേണമെന്നിരിക്കെ മുജ്തബയുടെ അദൃശ്യത ഒരു വലിയ രാഷ്ട്രീയ ബാധ്യതയായി മാറുകയാണ്. ഒരു മതവിശ്വാസ അധിഷ്ഠിത ഭരണകൂടത്തിൽ പരമോന്നത നേതാവിന്റെ ദീർഘനാളത്തെ അസാന്നിധ്യം ഭരണപരമായ അനിശ്ചിതത്വത്തിനും അണികൾക്കിടയിൽ ആശയക്കുഴപ്പത്തിനും കാരണമാകും. ഈ പശ്ചാത്തലത്തിലാണ് ഖൊമേനി കുടുംബത്തിന്റെ പാരമ്പര്യമുള്ള അലി ഖൊമേനിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത്. അലി ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഒരു തീവ്ര യാഥാസ്ഥിതിക ഭരണകൂടം ഇറാനിൽ പൂർണ്ണ അധികാരത്തിലെത്തിയാൽ അത് ആഗോള തലത്തിലും മിഡിൽ ഈസ്റ്റിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ കടുത്ത വിപ്ലവ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണാധികാരി വരുന്നതിലൂടെ ഇറാന്റെ വിദേശ നയം കൂടുതൽ തീവ്രമാകും. അമേരിക്കയുമായുള്ള അണുബോംബ് ചർച്ചകൾ പൂർണ്ണമായും അവസാനിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള ശത്രുത വർദ്ധിക്കാനും ഇത് കാരണമാകും. മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കൻ സ്വാധീന വലയത്തിൽ നിന്നും മാറ്റി ഇറാന്റെ ചേരിയിലേക്ക് കൊണ്ടുവരികയെന്ന കടുത്ത തന്ത്രപരമായ നീക്കങ്ങൾ ഇവർ നടത്തിയേക്കാം. കൂടാതെ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന പരിഷ്കരണവാദികൾക്ക് ഇനി തങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യവുമാകും. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ ഇറാന്റെ സായുധ സഖ്യകക്ഷികൾക്ക് ഈ കടുത്ത നിലപാട് കൂടുതൽ സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഉറപ്പാക്കുമെന്നതിനാൽ പ്രാദേശിക സംഘർഷങ്ങൾ കൂടുതൽ തീഷ്ണമാകാനാണ് സാധ്യതയെന്നാണ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധമുഖത്തേക്ക് നയിച്ചേക്കാം. ഈ ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിലും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അന്താരാഷ്ട്ര നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഒരു സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിച്ച ബ്രിട്ടന്റെ നടപടിയെ ഇറാൻ ശക്തമായി അപലപിച്ചു. ബ്രിട്ടന്റെ ഈ തീരുമാനം അന്യായവും ഉത്തരവാദിത്തമില്ലാത്തതുമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. തങ്ങളുടെ ഔദ്യോഗിക സായുധ സേനയുടെ ഭാഗമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ലക്ഷ്യമിടുന്നതിലൂടെ ബ്രിട്ടൻ അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുകയാണെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി.
ഈ സംഭവം വിദേശ രാജ്യങ്ങളോടുള്ള ഇറാന്റെ കടുത്ത വിഭാഗങ്ങളുടെ ശത്രുത വർദ്ധിപ്പിക്കാനും കൂടുതൽ തീവ്രമായ സൈനിക നിലപാടുകളിലേക്ക് അവരെ നയിക്കാനും പ്രേരിപ്പിക്കും. ചുരുക്കത്തിൽ അലി ഖമേനിയുടെ യുഗത്തിന് ശേഷം ഇറാൻ ഒരു നിർണായകമായ ചരിത്ര സന്ധിയിലാണ് നിൽക്കുന്നത്. മുജ്തബ ഖമേനിയുടെ അദൃശ്യത സമ്മാനിച്ച ഭരണപരമായ അനിശ്ചിതത്വം ഇറാനെ കൂടുതൽ പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. വിപ്ലവത്തിന്റെ വേരുകളിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന സൂപ്പർ റവല്യൂഷണറികൾ അലി ഖമേനിയെ ഒരു പുതിയ നായകനായി വാഴിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ആഭ്യന്തര സമാധാനത്തെയും ആഗോള സന്തുലിതാവസ്ഥയും ഒരുപോലെ ബാധിച്ചേക്കാം. ഒരു വശത്ത് യുദ്ധത്തിന്റെ ആഘാതങ്ങളും മറുവശത്ത് കടുത്ത പണപ്പെരുപ്പവും നേരിടുന്ന ഇറാൻ ജനത തങ്ങളുടെ ഭാവി ഏത് ഭരണകേന്ദ്രത്തിന്റെ കൈകളിലാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. ഈ പുതിയ അധികാര സമവാക്യങ്ങൾ പശ്ചിമേഷ്യയെ കൂടുതൽ അശാന്തിയിലേക്ക് നയിക്കുമോ അതോ പുതിയൊരു പ്രതിരോധ യുഗത്തിന് തുടക്കം കുറിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നിർണായകമായ കരുനീക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.